യാക്കോബായ സഭയുടെ കാതോലിക്ക വാഴിക്കൽ ചടങ്ങിന് ലെബനിലേക്ക് ഔദ്യോഗിക പ്രതിനിധികളെ അയക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ ഓർത്തഡോക്സ് സഭ യാത്രയ്ക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് കോട്ടയം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹന്നോൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. UDF പ്രതിനിധികളും കൂടെ പോകുന്നെന്നും സമദൂര നിലപാടിനെ ബലഹീനതയായി കാണരുതെന്നും ഓർത്തഡോക്സ് സഭ പ്രതികരിച്ചു. വിവരങ്ങളുമായി അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. അശ്വിൻ, ഉന്നയിക്കുന്ന ആരോപണം എന്താണ്? വിവരങ്ങൾ കൂടുതൽ. കീർത്തന, യാക്കോബായ സഭ ബിഷപ്പ് മാർ ഗ്രിഗോറിയസ് ജോസഫിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് ഈ മാസം 23 മുതൽ 26 വരെയാണ് ലെബനിൽ നടക്കുന്നത്. ഈ ചടങ്ങിലേക്കാണ് സർക്കാർ സഭയുടെ ക്ഷണപ്രകാരം ഔദ്യോഗിക പ്രതിനിധി സംഘത്തെ അയക്കാൻ തീരുമാനമെടുത്തത്. അത് വ്യവസായ മന്ത്രി അടക്കമുള്ള ആളുകൾ, വ്യവസായ മന്ത്രിയുടെ നേതൃത്വത്തിൽ UDF MLA-മാരായ അനൂപ് ജേക്കബ്, ഒപ്പം CPI MLA E.T. ടൈസൺ, മാസ്റ്റർ എൽദോസ് കുന്നപ്പള്ളി, ജോബ് മൈക്കിൾ, PV ശ്രീനി എന്നിവർ അടങ്ങുന്ന സംഘമാണ് ഈ ലെബനിലേക്ക് പോകുന്നത്. ഇത് സർക്കാർ പണം ദുർവിനിയോഗം ചെയ്തുകൊണ്ടുള്ള ഒരു ദുർയാത്രയാണ് എന്നുള്ളൊരു ആരോപണമാണ് ഓർത്തഡോക്സ് സഭ പ്രധാനമായി ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനമായ ആരോപണം, സഭയിൽ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടക്കുമ്പോൾ, സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നതിനിടെ ഇത്തരത്തിലൊരു സമാന്തര ഭരണത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അത് സഭയിലെ വിമതർക്ക് സർക്കാർ കുടപിടിക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് നടത്തുന്നത്. ഇത്തരത്തിൽ ഈ പ്രതിനിധി സംഘത്തിന്റെ യാത്രയ്ക്കെതിരെ സർക്കാർ ചെലവ് നികുതി പണം ഉപയോഗിച്ചുള്ള യാത്രയ്ക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നുകൂടി ഓർത്തഡോക്സ് സഭ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സമാധാനം പുനഃസ്ഥാപിക്കാൻ ഏത് വിട്ടുവീഴ്ചയ്ക്കും ഓർത്തഡോക്സ് സഭ തയ്യാറാണ് എന്നറിയിച്ചിട്ടും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ സഭയ്ക്ക് തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ കടുത്ത നിലപാടിലേക്ക് സഭയ്ക്ക് പോകേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നടക്കുന്നുണ്ട്. എറണാകുളത്തിന് പുറത്തുള്ള 13 ജില്ലകൾ കൂടി ചേരുന്നതാണ് കേരളം എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഓർത്തഡോക്സ് സഭ സർക്കാരിനെ അറിയിച്ചിട്ടുമുണ്ട്. ഏതായാലും ഈ പ്രതിനിധി സംഘത്തിന്റെ യാത്രയ്ക്കെതിരെ കർശനമായ നിലപാടാണ് ഓർത്തഡോക്സ് സഭ സ്വീകരിക്കുന്നത്. വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ എന്നതുകൂടി പരിശോധിക്കുമെന്നും ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കിയിട്ടുണ്ട്. കീർത്തന. ശരി, മന്ത്രിമാരുടെ ലെബനൻ യാത്രയെ വിമർശിച്ച് അല്ലെങ്കിൽ അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഓർത്തഡോക്സ് സഭ. അതിന്റെ വിശദാംശങ്ങളാണ് നമുക്ക് അശ്വിൻ പാലാഴി നൽകിയത്.